വെൽക്കം. റഹ്മാനാണ്. ബ്ലഡ് വെസൽസ് പത്തോളജിയിൽ ഈ വീഡിയോ അന്യൂറിസത്തെ കുറിച്ചിട്ടാണ്. അപ്പോൾ എന്താണ് അന്യൂറിസം എന്ന് പറയണം, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അന്യൂറിസം പറയണം, പത്തോളജി നമുക്ക് പറയാം, ദെൻ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് നമുക്ക് പറയണം, ദെൻ പ്രത്യേകമായി നമ്മൾ അന്യൂറിസം ഓഫ് അബ്ഡോമിനൽ അയോട്ട അതിനെ കുറിച്ചിട്ട് കൂടി പറയാം, ദെൻ അയോട്ടിക് ഡൈസെക്ഷൻ നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ അന്യൂറിസത്തിന്റെ ഡെഫിനിഷൻ നമുക്ക് പറഞ്ഞാൽ ബേസിക്കലി ബ്ലഡ് വെസൽസിന്റെ ചില ഭാഗത്ത് ഡയലേറ്റ് ചെയ്യുന്നു. ഇത് ബ്ലഡ് വെസൽ ആണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഡയലേറ്റ് ചെയ്യുന്നു. ബ്ലഡ് വെസൽ ചിലപ്പോൾ ഇവിടെയും ഡയലേറ്റ് ഇങ്ങനെ ഡയലേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ആർട്ടീരിയൽ ബ്ലഡ് വെസൽസിന്റെ ചില ഭാഗം ബലൂൺ പോലെ വീർത്തു വരുന്നു എന്ന് നമുക്ക് പറയാം. സോ ലോക്കലൈസ്ഡ് അബ്നോർമൽ ഡയലേഷൻ ഓഫ് ബ്ലഡ് വെസൽസ് ആണ്. സോ ലോക്കലൈസ്ഡ് ആണ്, അബ്നോർമൽ ആണ്, ഡയലേഷൻ ആണ്, ഡയലേഷൻ ഓഫ് ബ്ലഡ് വെസൽ ആണ്. ഇതാണ് അന്യൂറിസം. പക്ഷെ ബ്ലഡ് വെസൽ മാത്രമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലഡ് വെസൽ മാത്രമല്ല, ഹൃദയത്തിന്റെ വെൻട്രിക്കിൾസിലും ചിലപ്പോൾ ഇതേപോലെ ഡയലേറ്റഡ് ലോക്കലൈസ്ഡ് ആയിട്ട് ഡയലേഷൻസ് ഉണ്ടാകാം. അതും അന്യൂറിസം ആണ്. സോ വെൻട്രിക്കിൾസ് അല്ലെങ്കിൽ ഹേർട്ട് എന്നും നമുക്ക് എഴുതാം. ലോക്കലൈസ്ഡ് അബ്നോർമൽ ഡയലറ്റേഷൻ ഓഫ് ബ്ലഡ് വെസൽസ് ഓർ ഹേർട്ട് എന്ന് നമുക്ക് എഴുതാം. സോ ലോക്കലൈസ്ഡിന് നമുക്ക് വേണമെങ്കിൽ ഫോക്കൽ എന്നും ചേർക്കാം. സോ ഫോക്കൽ അബ്നോർമൽ എന്ന് എഴുതാം. ആൻഡ് അടുത്തത് ഇങ്ങനെയുള്ള ഈ ഡയലേഷൻ പെർമനന്റ് ആണോ എന്നുള്ളതാണ്. ട്രാൻസിയന്റ് ആണോ? ഇറ്റ് ഈസ് പെർമനന്റ് ആണ്. പെർമനന്റ് അല്ലെങ്കിൽ ഇറിവേഴ്സിബിൾ ആണ്, പഴയപടി ആകുന്നില്ല എന്നുള്ളതാണ്. സോ നമ്മൾ പെർമനന്റ് ലോക്കലൈസ്ഡ് ഓർ ഫോക്കൽ അബ്നോർമൽ ഡയലേഷൻ ഓഫ് ബ്ലഡ് വെസൽസ് ഓർ ഹേർട്ട് എന്ന് നമുക്ക് പറയാം. ഇനി ഇതിനകത്തേക്ക് ഇതുണ്ടാവാനുള്ള കാരണങ്ങൾ കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡെഫിനിഷൻ എഴുതാം. ഒക്കറിംഗ് ഡ്യൂ ടു. സോ ഒക്കറിംഗ് എന്ത് കാരണങ്ങൾ കൊണ്ടാണ്? ഡ്യൂ ടു ഒന്ന് കൺജനിറ്റൽ ആകാം, ജന്മനാൽ ഇത് സംഭവിക്കാം, കൺജനിറ്റൽ ആകാം, അല്ലെങ്കിൽ ഓർ അക്വേർഡ് ആയിരിക്കാം, കാലങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നതായിരിക്കാം. അക്വേർഡായിട്ട് എന്താണ് സംഭവിക്കുന്നത്? വീക്കനിങ്, അവിടെ വീക്കനിങ് അല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻ, അവിടെ നശീകരണം ഉണ്ടാകാം, അല്ലെങ്കിൽ ബലക്ഷയം ഉണ്ടാകാം ഓഫ് ബ്ലഡ് വെസൽ വാൾ. സോ ബ്ലഡ് വെസലിന്റെ വാളിനാണ് പ്രശ്നം. ബ്ലഡ് വെസൽസ് വീക്ക് ആയതുകൊണ്ട് ഉണ്ടാകുന്ന ലോക്കലൈസ്ഡ് അബ്നോർമൽ ഡയലറ്റേഷൻ ആണ് അപ്പോൾ അന്യൂറിസം എന്ന് പറയാം. സോ ഭിത്തിക്കാണ് പ്രശ്നം. രക്തക്കുഴലിന്റെ വാസ്കുലാർ ബ്ലഡ് വെസൽസിന്റെ ഭിത്തിയിലാണ് അടിസ്ഥാന പ്രശ്നം. രക്തക്കുഴലുകൾ ദുർബലമാകുന്നു എന്ന് നമുക്ക് പറയാം. സോ അന്യൂറിസം ഈസ് പെർമനന്റ് ലോക്കലൈസ്ഡ് അബ്നോർമൽ ഡയലേഷൻ ഓഫ് ബ്ലഡ് വെസൽസ് ഓർ ഹേർട്ട് ഡ്യൂ ടു കൺജനിറ്റൽ ഓർ അക്യൂട്ട് വീക്കനിങ് ഓഫ് ബ്ലഡ് വെസൽ എന്ന് നമുക്ക് പറയാം. ഇതാണ് ഡെഫിനിഷൻ. അപ്പൊ ഇനി ക്ലാസിഫിക്കേഷൻ ഓർ ടൈപ്സ് ഓഫ് അന്യൂറിസം ആണ് നമുക്ക് പറയേണ്ടത്. സോ ഒരു ക്ലാസിഫിക്കേഷൻ ഡിപ്പെൻഡിങ് അപ്പോൺ വെസൽ വാളിന്റെ കോമ്പോസിഷൻ നോക്കിയിട്ട് നമുക്ക് പറയാവുന്നത്, ഒന്ന് ഇറ്റ് ഈസ് ട്രൂ അന്യൂറിസം ആണ്, രണ്ടാമത്തത് ഇറ്റ് ഈസ് ഫാൾസ് അല്ലെങ്കിൽ സ്യൂഡോ അന്യൂറിസം. സോ ട്രൂ അന്യൂറിസം ഉണ്ട്, സ്യൂഡോ അന്യൂറിസം. സോ ബ്ലഡ് വെസൽസ് നമുക്കറിയാം 3 ലെയർ ഉള്ളത്. ഇത് ഏറ്റവും അകത്തുള്ള ട്യൂണിക്ക ഇന്റിമ ആണെങ്കിൽ അതിന് ചുറ്റും ട്യൂണിക്ക മീഡിയ ഉണ്ട്, ദെൻ ട്യൂണിക്ക അഡ്വെന്റീഷ്യ ഉണ്ട്. 3 ലെയർ. ഇതാണ് ഇന്റിമൽ ലെയർ. എൻഡോത്തീലിയൽ സെൽസ് ഒക്കെ ഉള്ള ഇന്റിമൽ ലെയർ എന്ന് പറയും. ആൻഡ് ദിസ് ഇസ് സ്മൂത്ത് മസിൽ ഉള്ള മീഡിയൽ ലെയർ, ആൻഡ് ദിസ് ഇസ് അഡ്വെന്റീഷ്യ, ബാക്കിയുള്ള സംഭവങ്ങൾ. സോ ഇഫ് ഓൾ ദീസ് ലെയർ, ഈ 3 ലെയറും അഫക്റ്റഡ് ആണെങ്കിൽ 3 ലെയേഴ്സും ഇൻടാക്ട് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ബ്ലഡ് വെസൽ വീണ്ടും വരികയാണ്, 3 ലെയർ, ആൻഡ് ഇവിടെ ഇങ്ങനെ ഒരു അന്യൂറിസം വരികയാണ്. ഇത് 3ഉം അഫക്റ്റഡ് ആണെങ്കിൽ ഇതിനെയാണ് നമ്മൾ ട്രൂ അന്യൂറിസം എന്ന് പറയാം. നോ ഡാമേജ് ഓർ ഡിസ്കണ്ടിന്യൂറ്റി ഇൻ ദ വെസൽ വാളിൽ ഡാമേജ് ഇല്ല. സോ ലെയേഴ്സ് ആർ ഇൻടാക്ട് ആണ്, നോ ഡിസ്കണ്ടിന്യൂറ്റി ഇല്ല, ഡാമേജ് ഇല്ലെങ്കിൽ നമുക്കതിനെ ട്രൂ അന്യൂറിസം എന്ന് വിളിക്കാം. ഇനി രണ്ടാമത്തെ കേസ് ഫാൾസ് ഓർ സ്യൂഡോയിൽ എന്താണ്? വെസൽ വാൾ ഇൻടാക്ട് അല്ല. അതായത് വെസൽ വാൾ ഇങ്ങനെ ഇരിക്കുന്നു, ഇവിടെ ഒരു ചെറിയൊരു മുറിവുണ്ട് എന്ന് വിചാരിക്കുക. ഈ വെസൽ വാളിൻ്റെ അവിടെ ഒരു മുറിവുണ്ട്, ഡിഫക്റ്റ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഡിഫക്റ്റ് തുളയുണ്ട്, അപ്പോൾ ഇവിടെ ബ്ലഡ് ഇതിനകത്ത് കൂടി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇൻസൈഡ് ബ്ലഡ്, ഇങ്ങോട്ടേക്ക് പുറത്തേക്ക് പോകും. സോ ഇതിന് ചുറ്റുമുള്ള എക്സ്ട്രാ വാസ്കുലാർ ടിഷ്യൂ അല്ലെങ്കിൽ എക്സ്ട്രാ വാസ്കുലാർ കണക്റ്റീവ് ടിഷ്യൂവിൽ എത്തിയിട്ട് ബ്ലഡ് ഇങ്ങനെ നിൽക്കുകയാണ്. എക്സ്ട്രാ വാസ്കുലാർ കണക്റ്റീവ് ടിഷ്യൂവിൽ ബ്ലഡ് നിൽക്കുകയും, അപ്പോൾ ഇത് ശരിക്കുമുള്ള ഒരു അന്യൂറിസം അല്ല എന്ന് പറയാൻ കാരണം, പുറത്തേക്ക് ബ്ലഡ് ഒഴുകി കഴിഞ്ഞാൽ നമ്മളതിനെ ഹെമറ്റോമ എന്നാണ് വിളിക്കുക. സോ ദിസ് ഈസ് എക്സ്ട്രാ വാസ്കുലാർ ഹെമറ്റോമയാണ്. ഇത് ശരിക്കും വാൾ വീർത്തിരിക്കുകയല്ല. സോ ലുക്സ് ലൈക്ക് അന്യൂറിസം, പക്ഷേ നോക്കുമ്പോൾ അന്യൂറിസം പോലെ വീർത്തിരിക്കുകയാണ്. സോ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ സ്യൂഡോ എന്ന് വിളിക്കുക. ബ്ലഡ് ഉള്ളതുകൊണ്ട് ദർ ഈസ് പൾസറ്റൈൽ ഇൻ നേച്ചർ. ആ ഭാഗം പൾസറ്റൈലാണ്. ബ്ലഡിൻ്റെ മിടിപ്പനുസരിച്ച് ഇവിടെ ബ്ലഡ് ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കും. സോ ഇതെവിടെ സംഭവിക്കുന്നത്? വെൻട്രിക്കുലാർ റപ്ചർ ആഫ്റ്റർ എംഐക്ക് ശേഷം വെൻട്രിക്കുലാർ റപ്ചർ ഒക്കെ നടക്കുമ്പോൾ ഇത് സംഭവിക്കാം. ദെൻ ലീക്സ് അറ്റ് ദ സ്യൂച്ചർ, നമ്മളിവിടെ തുന്നലിങ്ങനെ ഇടുകയെന്ന് വിചാരിക്കുക, അവിടെ ലീക്ക് വന്നു കഴിഞ്ഞാൽ അപ്പോൾ സംഭവിക്കാം. വാസ്കുലാർ ഗ്രാഫ്റ്റ് ഒക്കെ വെക്കുമ്പോൾ അവിടെ സ്യൂച്ചർ ചെയ്യുമ്പോൾ അതിനിടയിലൂടെ ബ്ലഡ് പുറത്തേക്ക് പോയി കഴിഞ്ഞാലും നമുക്ക് സ്യൂഡോ അന്യൂറിസം ഉണ്ടാവും.
ഇനി അന്യൂറിസത്തിൻ്റെ ഷേപ്പ് വെച്ചിട്ട് ഡിപ്പെൻഡിങ് അപ്പോൺ ഇറ്റ് ഷേപ്പ് നമുക്ക് പല രീതിയിൽ തരംതിരിക്കാം. നമ്മൾ ആക്ച്വലി ട്രൂ അന്യൂറിസത്തെയാണ് നമ്മൾ പ്രധാനമായിട്ട് ഇങ്ങനെ തരംതിരിക്കുക. ആദ്യത്തേത് സാക്കുലാർ ആണ്. സാക്കുലാർ നമ്മൾ നേരത്തെ വരച്ചു. ഇത് സാക്കുലാർ എന്ന് വിളിക്കും. ഒരു ലാർജ് സ്ഫെറിക്കൽ ഔട്ട് പൗച്ചിങ്. ഇതൊരു സ്ഫെറിക്കലായിട്ടുള്ള ഔട്ട് പൗച്ചിങ് ആണ്, പുറത്തേക്ക് തള്ളി നിൽക്കലാണ്. സോ ബ്ലഡ് വെസൽസിൻ്റെ ഒരു ഭാഗം ഒരു സൈഡിൽ മാത്രം യൂണിലാറ്ററൽ, ഇതിനെയാണ് നമ്മൾ സാക്കുലാർ എന്ന് വിളിക്കുക. സാക്കുലാർ വൺ സൈഡിൽ മാത്രം. അടുത്തത് രണ്ടാമത്തെ ടൈപ്പ് ഈസ് ഫ്യൂസിഫോം ആണ്. ഫ്യൂസിഫോം നമ്മൾ വരയ്ക്കാതെ ഇങ്ങനെ വരയ്ക്കാം. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ രണ്ട് വശത്തേക്കും തള്ളി നിൽക്കുന്നു. സോ ചെറിയ സ്പിൻഡിൽ ഷേപ്ഡ് ആണ്. ആൻഡ് സർക്കംഫറൻഷ്യൽ, രണ്ട് ഭാഗവും ഉണ്ട്. മൊത്തം ഈ ഭാഗത്തുണ്ട് ഈ ഭാഗത്തുണ്ട്, ഒരു ഭാഗത്ത് മാത്രമല്ല. സർക്കംഫറൻഷ്യൽ ഡയലറ്റേഷൻ ആണ്. ഓക്കെ, സോ ത്രൂ ഔട്ട് ദ സർക്കംഫറൻസ്, ഇതിനെയാണ് നമ്മൾ ഫ്യൂസിഫോം എന്ന് വിളിക്കുക. ഫ്യൂസിഫോം. സോ ഇത് രണ്ടുമാണ്, സാക്കുലാർ ആൻഡ് ഫ്യൂസിഫോം ആണ് പ്രധാനപ്പെട്ടത്. അല്ലാതെയും ചിലത് ഉണ്ട്. ഇപ്പോൾ മൂന്നാമത്തേത് സിലിണ്ടറിക്കലാണ്. കണ്ടിന്യൂസ് പാരലൽ ഡയലറ്റേഷൻ ആണ്. അതായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് വരികയാണെങ്കിൽ ഇറ്റ് ഈസ് സിലിണ്ടറിക്കലായി. ഇത് സിലിണ്ടറിക്കൽ എന്ന് വിളിക്കാം. രണ്ട് വശത്തുണ്ട്. ഇനി അടുത്തത് ടോർട്ടോസ് ഡയലേഷൻ ആണ്. നമുക്ക് വെരിക്കോസ് പോലെയുള്ളത് എന്ന് വിളിക്കാം. ഇവിടെ ഇങ്ങനെ ഒരു ഡയലേഷൻ, ഇച്ചിരി കൂടി പോയി ഇവിടെ ഡയലേഷൻ, ഇവിടെ ഡയലേഷൻ, ഇങ്ങനെ ഇപ്പുറത്ത് വരികയാണെങ്കിൽ ടോർട്ടോസ് ഡയലേഷൻ. സോ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ സെർപ്പൻറ്റൈൻ, അതിനെ നമുക്ക് സെർപ്പൻറ്റൈൻ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ വേരിക്കോസ്. സോ മൾട്ടിപ്പിൾ സ്മോൾ ഡയലേഷൻസ് ആണ് ഇതിനുള്ളത്. ആൻഡ് അവസാനത്തത് റെസിമോസ് ആണ്. റെസിമോസ് അല്ലെങ്കിൽ മറ്റൊരു പേര് അതിനെ സിർക്കോയിഡ് എന്നും വിളിക്കാം. സിർക്കോയിഡ്. സോ തമ്മിൽ കണക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഇവിടെ ഇങ്ങോട്ടേക്ക് പോകുന്നു, ഇവിടെ ഇങ്ങനെ വീർത്തിരിക്കുന്നു. ആൻഡ് ഇത് അടുത്ത ബ്ലഡ് വെസലാണ്. ഓക്കെ, അതിൻ്റെ കണക്ഷൻ ഇങ്ങോട്ടേക്ക് പോകുന്നു. ഇത് ഇങ്ങോട്ടേക്ക് പോകുന്നു. ഇവിടെ നിന്നൊരു കണക്ഷൻ ഇങ്ങോട്ടേക്കുണ്ട്. സോ ഇവിടെ ഇങ്ങനെ വീർത്തിരിക്കുകയാണെങ്കിൽ തമ്മിൽ ഇൻ്റർ കണക്ഷൻ ഉണ്ട്. ഇൻ്റർ കമ്മ്യൂണിക്കേറ്റിംഗ് സ്മോൾ ആർട്ടറീസ് ആൻഡ് വെയിൻസ് ഉണ്ടായിരുന്നവയാണ് നമ്മൾ റെസിമോസ് ടൈപ്പ് എന്ന് നമ്മൾ വിളിക്കുക. മൂന്നാമത്തത് പാത്തോജനിക് മെക്കാനിസം വെച്ചിട്ടാണ്. വാട്ട് ആർ ദ പാത്തോജനിക് മെക്കാനിസംസ് ബൈ വിച്ച് അന്യൂറിസം ഈസ്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് പറയണം? ആദ്യം നമുക്ക് പാത്തോജനിസിൻ്റെ കാരണങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്യാം. സോ എന്തുകൊണ്ടാണ് ബ്ലഡ് വെസൽ വാളിൻ്റെ ഒരു പ്രത്യേക ഭാഗം വീക്കാകുന്നത് അല്ലെങ്കിൽ വീക്ക്നെസ് ഉണ്ടാകുന്നത്, ദുർബലമാകുന്നത്? സോ നമ്മുടെ ബ്ലഡ് വെസലിൻ്റെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് റീമോഡലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയുള്ള ECM, എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സ് എന്ന് പറയുന്നതിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസ്, അതിൻ്റെ സിന്തസിസ്, ഡീഗ്രഡേഷൻ, റിപ്പയർ, ഈ മെക്കാനിസം ഒക്കെ തുടർച്ചയായിട്ട് നടക്കുക. കുറേ സിന്തസൈസ് ചെയ്യുന്നു, കുറേ ഡീഗ്രേഡ് ചെയ്യുന്നു, അതിൻ്റെ റിപ്പയർ നടക്കുന്നു, ഇത് തുടർച്ചയായിട്ട് നടക്കുന്നു. സോ ഇഫ് ദർ ഇസ് എ കോംപ്രമൈസ്, ഇവിടെ ഒരു കോംപ്രമൈസ് ഉണ്ടെങ്കിൽ, കോംപ്രമൈസ് വന്നു കഴിഞ്ഞാൽ, ഇഫ് ഇറ്റ് ഈസ് കോംപ്രമൈസ്ഡ് ആയി കഴിഞ്ഞാൽ അവിടെ ഡിഫക്റ്റ് ഉണ്ടാകും, ബ്ലഡ് വെസൽ വാളിൽ ഡിഫക്റ്റ് ഉണ്ടാകും. സോ ഒരു കാരണം, വൺ റീസൺ എക്സ്ട്രാ സെല്ലാർ കമ്പോണൻസ് ആയിട്ടുള്ള കണക്റ്റീവ് ടിഷ്യൂ ഡിഫക്റ്റ് ആണ്. കണക്റ്റീവ് ടിഷ്യൂവിൽ ഡിഫക്റ്റ് ഉണ്ടാകുന്നു. ഇവിടെയുള്ള ടൈപ്പ് 3 കൊളാജിൻ എന്ന് പറയുന്ന സംഭവത്തിൽ ഒരു ഡിഫക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ബ്ലഡ് വെസൽ വാൾ, രക്തക്കുഴൽ വീക്ക്നെസ് ഉണ്ടാകും. ഉദാഹരണത്തിന് എഹ്ലേഴ്സ് ഡാൻലോസ് സിൻഡ്രോമിൽ ഇതാണ് പ്രശ്നം, ടൈപ്പ് 3 കൊളാജിൻ മൂലമുള്ള പ്രശ്നം. രണ്ടാമത്തത് ട്രാൻസ്ഫോമിംഗ് ഗ്രോത്ത് ഫാക്ടർ ബീറ്റ എന്ന് പറയുന്ന സംഭവം. അത് ആ പാത്വേയിൽ അബ്നോർമാലിറ്റി ഉണ്ടാകുമ്പോൾ ഇത് എക്സസ് ആകുന്നു. TGF ബീറ്റ എക്സസ് ആകുന്നു. വാസ്കുലാർ റീമോഡലിങ്ങിനെ ഇത് ബാധിക്കും. ECM അല്ലെങ്കിൽ എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സ് കണ്ടന്റ് കുറയും എന്നുള്ളതാണ്. ഇപ്പോൾ എക്സാമ്പിൾ മർഫാൻ സിൻഡ്രോം എന്ന് പറയുന്ന കണ്ടീഷൻ. മർഫാൻ സിൻഡ്രോമിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അവിടെ ഈ ECMൻ്റെ ഒരു സ്കാഫോൾഡിംഗ് പ്രോട്ടീനായ ഫൈബ്രില്ലിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനിലൊരു ഡിഫക്റ്റ് ഉണ്ട്. ആൻഡ് ഈ ഫൈബ്രിലിനാണ് എക്സസ് ആയിട്ടുള്ള TGF ബീറ്റയെ നമ്മൾ സെക്വസ്റ്റർ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഡിഫക്റ്റ് ആകുമ്പോൾ സെക്വസ്റ്റർ ചെയ്യുന്നില്ല, TGF ബീറ്റ കൂടുന്നു, പ്രശ്നമാണ്. രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ലോയ്സ് ഡേറ്റ്സ് സിൻഡ്രോം എന്ന് പറയുന്ന കണ്ടീഷനിൽ എന്താണ് പ്രശ്നം? അവിടെ TGF ബീറ്റ റിസപ്റ്ററിൽ ഒരു മ്യൂട്ടേഷൻ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ റിസപ്റ്ററിലാണ് മ്യൂട്ടേഷൻ. സോ ചെറിയ അന്യൂറിസം പോലും അപ്പോഴത്തേക്ക് ഭയങ്കര അഗ്രവേറ്റഡ് ആകുന്നു, റപ്ചറൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുള്ളതാണ് ലോയ്സ് ഡയറ്റ് സിൻഡ്രോം എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ പ്രശ്നം ഇൻഫ്ലമേറ്ററി പ്രശ്നമാണ്. ഇൻഫ്ലമേഷൻ മൂലമുള്ളതാണ്. ഇൻഫ്ലമേഷൻ മൂലം എന്താ സംഭവിക്കുന്ന? അവിടെയുള്ള കൊളാജിൻ്റെ സിന്തസിസും ഡീഗ്രഡേഷനും ഇത് തമ്മിലുള്ള ബാലൻസ് ഓൾട്ടേഡ് ആകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ
അതീറോസ്ക്ലീറോസിസ് എല്ലാം നമ്മൾ പഠിച്ചത് ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ. അപ്പോൾ മാക്രോഫേജസ് കൂടുതൽ ആക്റ്റീവ് ആവുകയാണ്. മാക്രോഫേജസ് കൂടുതൽ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് മാട്രിക്സ് മെറ്റാലോ പ്രോട്ടിയേസസ് എന്ന് പറയുന്ന എൻസൈംസ്, മാട്രിക്സ് എം ഫോർ മാട്രിക്സ് ആണ്, മെറ്റാലോ പ്രോട്ടിയേസസ് എന്ന് പറയുന്ന എൻസൈംസ് കൂടുതലായിട്ട് ഇൻക്രീസ്ഡ് എക്സ്പ്രഷൻ ഉണ്ടാകുന്നു. സോ ഇതെന്ത് ചെയ്യും? ഇത് ഇലാസ്റ്റിൻ അല്ലെങ്കിൽ കൊളാജിൻ പോലെയുള്ള ഇഷ്ടംപോലെ മറ്റ് ECM പ്രോട്ടീൻസിനെ എല്ലാം നശിപ്പിക്കും. അതിനൊക്കെ ഡീഗ്രേഡ് ചെയ്ത് പ്രോട്ടീസ് ആണല്ലോ എൻസൈം. സോ ഇതാണ് ഒരു സാധ്യത. ദെൻ ഇത് കൂടുക, അല്ലെങ്കിൽ ഈ മാട്രിക്സ് മെറ്റാലോ പ്രോട്ടിയേസസിൽ നിന്ന് ടിഷ്യൂവിനെ സംരക്ഷിക്കുന്ന ഒരാളുണ്ട്, അയാളുടെ പേര് ടിഷ്യൂ ഇൻഹിബിറ്റർ ഓഫ് മെറ്റാലോ പ്രോട്ടിയേസസ് അല്ലെങ്കിൽ ടിംബ് എന്ന് പറയുന്ന ഇത് കുറഞ്ഞാലും ഈ പ്രശ്നം വരും. സോ ടിംബ് കുറഞ്ഞാലും MMP കൂടുതലായിട്ട് അനുഭവപ്പെടും. സോ അപ്പോഴും ഡിസ്ട്രക്ഷൻ ഉണ്ടാകും. ഇനി അബ്ഡോമിനൽ അയോട്ടിക് അന്യൂറിസം, ഈ കണ്ടീഷനിൽ ലോക്കൽ സൈറ്റോകൈൻ്റെ പ്രൊഡക്ഷനിൽ ഒരു ഷിഫ്റ്റ് ഉണ്ടാകുന്നുണ്ട്. ലോക്കൽ ഇൻക്രീസ്ഡ് സൈറ്റോകൈൻസ് ഉണ്ടാകുന്നു. സോ ഇമ്മ്യൂൺ സെൽസ് ആയിട്ടുള്ള ഹെൽപ്പർ T സെൽസ്, അതായത് TH2 സെൽസ് കൂടുതൽ ആക്ടിവേറ്റഡ് ആയിട്ട് അതിൽ നിന്ന് കൂടുതലായിട്ട് ഇന്റർലൂക്കിൻ 4ഉം ഇന്റർലൂക്കിൻ 10 പോലുള്ളവ കൂടുതലായിട്ട് വരുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക? ഇത് ഇൻക്രീസ്ഡ് എക്സ്പ്രഷൻ ഓഫ് മാട്രിക്സ് മെറ്റാലോ പ്രോട്ടീസസിൻ്റെ എക്സ്പ്രഷൻ കൂടുതലാക്കും. സോ ആ ഭാഗം നശിക്കാനായിട്ട് കാരണമാകുന്നു. ഇനി ഇത് മൂന്നാമത്തെ ആയിരുന്നു. നാലാമത്തെ ഒരു പ്രശ്നം വീക്കനിങ് ഓഫ് വെസൽ വാൾ വരാനുള്ളൊരു കാരണം ലോസ് ഓഫ് സ്മൂത്ത് മസിൽ സെൽസ് ആണ്. അവിടെ ലോസ് ഓഫ് സ്മൂത്ത് മസിൽ സെൽസ് കുറയുകയും ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ട് അവിടെ ഇൻഅപ്രോപ്രിയേറ്റ് സിന്തസിസ് ഓഫ് നോൺ കൊളാജിൻ അല്ലാത്ത സാധനങ്ങൾ അല്ലെങ്കിൽ നോൺ ഇലാസ്റ്റിക് എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സ് അവിടെ കൂടുതലായിട്ട് അടിയുന്നത് ഒരു പ്രശ്നം. ദെൻ അതീറോസ്ക്ലീറോസിസ് എന്ന് പറയുന്ന കണ്ടീഷൻ നമുക്കറിയാം, ഇറ്റ് ഈസ് ഇൻറ്റിമൽ തിക്കനിങ് ആണ്. നമുക്കറിയാം ഇൻറ്റിമ ബ്ലഡ് വെസൽ വാൾ ഇതാണെങ്കിൽ ഈ ഇൻറ്റിമ ഏറ്റവും ഇന്നർമോസ്റ്റ് ആണ്. ഇൻറ്റിമ തിക്കൻഡ് ആകുമ്പോൾ ഇങ്ങോട്ടേക്ക് ഓക്സിജനൊക്കെ കിട്ടുമില്ല. സോ അപ്പോഴത്തേക്ക് മീഡിയയിലൊക്കെ ഓക്സിജൻ കുറവുണ്ടാകും അല്ലെങ്കിൽ ഇഷ്കീമിയ ഉണ്ടായിരിക്കും. സോ ഇവിടെ അപ്പോൾ ഇൻഫ്ലമേറ്ററി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ദെൻ സിസ്റ്റമിക് ഹൈപ്പർടെൻഷൻ ആർട്ടീരിയൽ നാരോയിങ് ആണ് ഉണ്ടാവുക. ആർട്ടറീസൊക്കെ നാരോ ആവും. ഉദാഹരണത്തിന് ബ്ലഡ് വെസലാണ് നമ്മൾ വാസോറം എന്ന് പറയുന്നത്. സോ അതൊക്കെ നാരോ ആകുമ്പോഴത്തേക്കും ബ്ലഡ് വെസലിനെ അത് ബാധിക്കും. അവിടെ ഇഷ്കീമിയ ഉണ്ടാകും, ഡാമേജ് ഓഫ് ഇൻഫ്ലമേഷൻ, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. എന്തായാലും ഏത് തരം ആർട്ടീരിയൽ വാൾ പ്രശ്നങ്ങളിലായാലും വട്ടവർ ബി ദ ആർട്ടീരിയൽ വാൾ പ്രശ്നം, കോമൺ ആയിട്ട് കാണുന്ന ഒരു നോൺ സ്പെസിഫിക് ആയിട്ട് കാണുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് സിസ്റ്റിക് മീഡിയൽ ഡീജനറേഷൻ എന്ന് പറയുന്ന പ്രശ്നമാണ്. നമ്മൾ ഹിസ്റ്റോപത്തോളജിക്കലി സ്ലൈഡ് എടുത്ത് നോക്കിയാൽ കാണാം. സാധാരണ ഇത് ട്യൂണിക്ക മീഡിയ ആണെന്ന് വിചാരിക്കാം. ട്യൂണിക്ക മീഡിയ എന്ന് വെച്ചാൽ സ്മൂത്ത് മസിലൊക്കെ ഉള്ള ഭാഗമാണ്. ആൻഡ് ഇവിടെ ധാരാളം ഇലാസ്റ്റിൻ ഫൈബേഴ്സ് നമുക്ക് ഇങ്ങനെ നല്ല കൃത്യമായിട്ട് അടുക്കി ഇങ്ങനെ ഇലാസ്റ്റിൻ ഫൈബേഴ്സ് ഈ താഴത്ത് വരെ ഉണ്ടെന്ന് അങ്ങോട്ട് വിചാരിക്കാം. ഇലാസ്റ്റിൻ ഫൈബേഴ്സ് ഇങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കാം. പക്ഷേ ഈ പ്രശ്നങ്ങളിൽ ഇത്തരം രോഗങ്ങളിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഇവിടെ ഇലാസ്റ്റിൻ ഫൈബേഴ്സ് എന്തായിരിക്കും? ഫ്രാഗ്മെൻറ്റഡ് ആണതാ. ഇങ്ങനെ ആ ഭാഗത്ത് ഇലാസ്റ്റിൻ ഫൈബേഴ്സ് ഇല്ലാത്ത ഭാഗമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ചില ഭാഗത്തുനിന്നും ഇലാസ്റ്റിൻ ഫൈബേഴ്സ് ഇല്ലാതെ ആയിരിക്കുന്നു. മാത്രമല്ല അവിടെ ചില സിസ്റ്റിക് സ്പേസസ് ഇങ്ങനെ രൂപപ്പെടുകയും ആൻഡ് ഈ സ്ഥലത്ത് പ്രോട്ടിയോഗ്ലൈക്കാൻസ് എന്ന് പറയുന്ന സംഭവങ്ങൾ ഫില്ലാവുകയും ചെയ്യും. സോ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സിസ്റ്റിക് മീഡിയൽ ഡീജനറേഷൻ എന്ന് നമ്മൾ പറയുന്ന ഇതാണ്. സോ ദിസ് ദ ഹോൾമാർക്ക് ഓഫ് ദിസ് ടൈപ്പ് ഓഫ് ബ്ലഡ് വെസൽ വാളിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും കാണുന്നത് ഇതാണ്. ഇനി അപ്പോൾ നമ്മൾ എറ്റിയോപത്തോളജി വെച്ചിട്ട് ഒന്ന് ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എറ്റിയോപത്തോളജിക്കൽ റീസൺസ് വെച്ചിട്ട് നമുക്ക് പല രീതിയിൽ ഇതിനെ ക്ലാസിഫൈ ചെയ്യാം. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റീസൺ ഈസ് അയോട്ടിക് അന്യൂറിസം വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അതീറോസ്ക്ലീറോസിസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാരണം ഹൈപ്പർ ടെൻഷനാണ്. ആൻഡ് ഇതാണ് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ആൻഡ് അതീറോസ്ക്ലീറോസിസ് മൂലം ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അന്യൂറിസം എന്താണെന്ന് ചോദിച്ചാൽ അതാണ് അബ്ഡോമിനൽ അയോട്ടിക് അന്യൂറിസമാണ് ഏറ്റവും പ്രധാനപ്പെട്ട. നമ്മൾ AAA എന്ന് നമ്മൾ എഴുതുന്നു. സോ ഇതാസ് ദ മോസ്റ്റ് കോമണസ്റ്റ് അന്യൂറിസം ഡ്യൂ ടു അതീറോസ്ക്ലീറോസിസ്. ഹൈപ്പർ ടെൻഷൻ മൂലം ഉണ്ടാകുന്നത് മോസ്റ്റ് കോമണസ്റ്റ് ഓർ ഇമ്പോർട്ടൻറ്റ് വൺ എന്ന് പറയുന്നത് അസെൻഡിങ് അയോട്ടിക് അന്യൂറിസമാണ് ഇവിടെ ഉണ്ടാകാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഇനി അഡ്വാൻസ്ഡ് ഏജ്, പ്രായം കൂടുന്തോറും വരാം. അഡ്വാൻസ്ഡ് ഏജ് ഈസ് എ ഫാക്ടറാണ്. സ്മോക്കിംഗ്, പുകവലിക്കാരിൽ ഇത് കൂടുതലായിട്ട് വരാം. മുറിവ് അല്ലെങ്കിൽ ട്രോമ മൂലം വരാം. വാസ്കുലൈറ്റിസ്, ബ്ലഡ് വെസൽസ് ഇൻഫ്ലമേഷൻസ് ഒക്കെ മൂലം വരാം. ഇനി കൺജനിറ്റൽ, ജന്മനാ ഉണ്ടാകാം അല്ലെങ്കിൽ മറ്റ് പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാകാം. സോ ഫൈബ്രോമസ്കുലാർ ഡിസ്പ്ലേസിയ ഓർ അതർ റീസൺസ് മൂലം ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട അന്യൂറിസമാണ് ബെറി
അന്യൂറിസം എന്ന് പറയാം. അന്യൂറിസം ഉണ്ടാകുന്നത് എവിടെയാണ്? ബ്രെയിനിലെ ബ്ലഡ് സപ്ലൈ, സെറിബ്രൽ സപ്ലൈ ആയിട്ടുള്ള സർക്കിൾ ഓഫ് വില്ലിസ്, ഇവിടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ആൻഡ് ദിസ് ഈസ് എ സാക്കുലാർ ടൈപ്പാണ്, നമ്മൾ ആദ്യം പറഞ്ഞ സാക്കുലാർ ടൈപ്പാണ്. ആൻഡ് ആൻറ്റീരിയർ സെർബുലാർ ആർട്ടറീസിൻ്റെ ഭാഗത്താണ് ഇത് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റിംഗ് ആർട്ടറീസിൻ്റെ പ്രശ്നമാണ് സ്മൂത്ത് മസിൽ കുറവാണ് എന്നുള്ളതാണ്. ആൻഡ് ഓൾസോ ഇലാസ്റ്റിക് ലാമിനയും ജന്മനായിട്ട് കുറവാണ് ഇൻ കമ്മ്യൂണിക്കേറ്റിംഗ് ആർട്ടറി. സോ കമ്മ്യൂണിക്കേറ്റിംഗ് ആർട്ടറിയിൽ ഇവിടെ ഇങ്ങനെ സാക്കുലാർ ടൈപ്പ് ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ ബെറി അന്യൂറിസംസ് എന്ന് നമ്മൾ പറയാം. പിന്നെ മറ്റൊരു കാരണം ഇൻഫെക്ഷൻസ് ആണ്. ഇൻഫെക്ഷൻസ് മൂലം ഉള്ളതിനെ നമ്മൾ വിളിക്കുക മൈക്കോട്ടിക് എന്നാണ്. മൈക്കോട്ടിക് അന്യൂറിസം എന്ന് നമ്മൾ വിളിക്കും. മൈക്കോട്ടിക് അന്യൂറിസം, മൈക്കോ എന്ന് പറയുമ്പോൾ നമ്മൾ ഫംഗസ് ആണെന്ന് വിചാരിക്കും. ഫംഗസ് അല്ല, ഇൻഫെക്ഷൻ മൂലമുള്ളതിനെയാണ് നമ്മൾ മൈക്കോട്ടിക് എന്ന് വിളിക്കുക. പ്രധാനപ്പെട്ട ഒരു കാരണം സ്റ്റെഫോറിയസ് ആണ്. സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് മൂലമുണ്ടാകുന്നത്. ആൻഡ് ഇതിൻ്റെ മോസ്റ്റ് കോമൺ സൈറ്റ് ഈസ് ഫീമോറൽ ആർട്ടറിയിലാണ് സ്റ്റഫ് ഓറിയസ് മൂലം ഏറ്റവും കൂടുതൽ അന്യൂറിസം ഉണ്ടാകും. മൈക്കോട്ടിക് അന്യൂറിസത്തിൻ്റെ വേറൊരു എക്സാമ്പിളാണ് ടെർഷ്യറി സിഫിലിസ് ഉണ്ടാക്കുന്നത് ട്രിപ്പനീമ പാലിഡം സ്പാരോകൈറ്റ്സ് ആണ്. സോ ഇതുമൂലം ഉണ്ടാകുന്ന അന്യൂറിസത്തെ നമ്മൾ വിളിക്കുക LEU, ല്യൂട്ടിക് അന്യൂറിസം എന്നാണ് വിളിക്കുക, ല്യൂട്ടിക് അന്യൂറിസം. സോ ഇവിടെ അന്യൂറിസം ഉണ്ടാകുന്നത് ഹൃദയത്തിൽ നിന്ന് ഏറ്റവും വലിയ ബ്ലഡ് വെസൽസ് ആയിട്ടുള്ള അയോട്ട പുറപ്പെടുന്ന അയോട്ടിക് റൂട്ടാണ്. അപ്പോൾ ഇത് ഹൃദയമാണെങ്കിൽ, ഇത് ലെഫ്റ്റ് വെൻട്രിക്കിളാണെങ്കിൽ, ഇവിടെ നിന്ന് അയോട്ട തുടങ്ങുന്ന ഈ ഭാഗം, ഇവിടെയാണ് ഇതുണ്ടാകുന്നത്. അയോട്ടിക് റൂട്ടിലാണ്, അസെൻഡിങ് അയോട്ടയിൽ. സോ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ല്യൂട്ടിക് അന്യൂറിസം ഈസ് ദ അയോട്ടിക് റൂട്ട്. ആൻഡ് ഇതുമൂലം ഇവിടെ ഒരു ട്രീ ബാർക്കിംഗ് ലൈക്ക് അപ്പിയറൻസ് ഉണ്ടാകും. ട്രീ ബാർക്കിംഗ് ലൈക്ക് അപ്പിയറൻസ് ഉണ്ടാകുന്നു. ആൻഡ് ദർ ഈസ് ഓൾസോ കാൽസിഫിക്കേഷനും അവിടെയുണ്ട്. മാത്രമല്ല ദിസ് ക്യാൻ കോസ് അയോട്ടിക് റീഗർജിറ്റേഷൻ, തിരിച്ച് ഇങ്ങോട്ടേക്ക് അയോട്ടയിലേക്ക് റീഗർജിറ്റേഷൻ ബ്ലഡ് തിരിച്ച് ഇടാനുള്ള സാധ്യതയും ഇത് വർദ്ധിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പ്രത്യേകമായി നോൺ സ്പെസിഫിക് ഫോം ആയിട്ടുള്ള അബ്ഡോമിനൽ അയോട്ടിക് അന്യൂറിസത്തെ കുറിച്ചാണ് നമ്മൾ AAA എന്നാണ് നമ്മൾ എഴുതുക. സോ ഇതിനെപ്പറ്റിയാണ് നമ്മൾ കൂടുതൽ പറയുക. സോ ഇതുണ്ടാവാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണ്? സോ ദിസ് ഈസ് മെയിൻലി ഡ്യൂ ടു അതെറോസ്ക്ലീറോസിസ് മൂലമാണ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ആൻഡ് ഇറ്റ് ഈസ് മോർ ഇൻ മെയിൽ, പുരുഷന്മാരിലാണ് കൂടുതൽ. ആൻഡ് അതിൽ തന്നെ സ്മോക്കേഴ്സിലാണ് അതിലും കുറേയും കൂടി കൂടുതൽ ഉണ്ടാവാനുള്ള ചാൻസ്. ആൻഡ് 50+ കൂടുതൽ ചാൻസ്. 50-ൽ താഴെയുള്ളവരിൽ ചാൻസ് കുറവാണ് എന്ന് പറയാം, റെയറാണ്. ദെൻ ഇഫ് ഹൈപ്പർ ടെൻഷൻ ഉണ്ട്, ഫാമിലിയിൽ ഹിസ്റ്ററി ഉണ്ട്, കാർഡിയോവാസ്കുലർ ഡിസീസ് ഒക്കെ ഉണ്ടെങ്കിൽ ചാൻസസ് കൂടുതലാണ്. ആൻഡ് ഇതിൻ്റെ ലൊക്കേഷൻ സൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത് കിഡ്നിയാണെന്ന് വിചാരിക്കുക. ആൻഡ് ഇവിടെയുള്ള റീനൽ ആർട്ടറി. സോ ഇത് കഴിഞ്ഞ് താഴത്തേക്ക് വരുമ്പോൾ ഇങ്ങോട്ടേക്ക് ബൈഫർക്കേഷൻ, അയോട്ട ബൈഫർക്കേറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഈ ഏരിയയിലാണ് ഇത് കൂടുതലായിട്ട് കാണുക. സോ റീനൽ ആർട്ടറീസിനും അയോട്ടിക് ബൈഫർക്കേഷനും ഇടയിലാണ് ഇത് കാണുക. ആൻഡ് ദിസ് ക്യാൻ ബി ഇങ്ങോട്ടേക്ക് സാക്കുലാർ ആകാം, അല്ലെങ്കിൽ രണ്ട് വശം ഉണ്ടെങ്കിൽ നമുക്ക് ഫ്യൂസിഫോം, രണ്ടും ആകാം. ആൻഡ് കണ്ടുപിടിക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ വണ്ണം എന്ന് പറയുന്നത് മോർ ദാൻ 3 സെൻറ്റിമീറ്റർ ആയിരിക്കും മിക്കവാറും. 5.5 സെൻറ്റിമീറ്റർ കൂടുതലുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ അടിയന്തരമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതാണ്. അപകട സാധ്യത വളരെ കൂടുതലാണ്. ആൻഡ് നീളം ക്യാൻ ബി അപ് ടു 25 സെൻറ്റിമീറ്റർ വരെയൊക്കെ ആകും. ആൻഡ് ഇതിനകത്ത് കുറച്ച് പൂർലി ഓർഗനൈസ്ഡ് മ്യൂറൽ ത്രോംബോസിസ് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളും കൂടി കാണാം. ചിലപ്പോൾ ഇവിടെ ഇലിയാക് ആർട്ടറിയുടെ ഇവിടെയും ചെറിയ അന്യൂറിസംസ് നമുക്ക് കണ്ടേക്കാം. ഇനി അത്തീറോസ്ക്ലീറോസിസ് അല്ലാതെ ഇൻഫ്ലമേഷൻ മൂലവും ചിലപ്പോൾ ഇതുണ്ടാകാം. ഇൻഫ്ലമേറ്ററി സബ്സെറ്റ് എന്ന് പറയുമ്പോൾ ഒരു 5-10% പേരിലൊക്കെയാണ് ഇതുണ്ടാവുക. ചെറുപ്പക്കാരെന്ന് പറയുമ്പോൾ 50 വയസ്സിൽ താഴെയുള്ള ആൾക്കാരിലൊക്കെ ഉണ്ടാകാം. അവരിൽ ലിംഫോ പ്ലാസ്മോ അങ്ങനെയൊക്കെയുള്ള WBC സെല്ലുകൾ കൂടുതലായിട്ട് കണ്ടേക്കാം. അവരിൽ ESR ഒക്കെ ഉയർന്നിരിക്കാം, ബാക്ക് പെയിൻ ഒക്കെ ഉണ്ടായിരിക്കാം. സോ ഇതാണ് ഇൻഫ്ലമേറ്ററി വേരിയൻറ്റ്. ആൻഡ് ഇൻഫ്ലമേറ്ററി വേരിയൻറ്റിൽ തന്നെ ഒരു പ്രത്യേക സബ്സെറ്റാണ് IgG4 റിലേറ്റഡ് ദിസ് AAA എന്ന് പറയുന്നത്. സോ ഇവരിൽ ഹൈ സർക്കുലേറ്ററി IgG4 ഉള്ളവരാണ്. IgG4 കൂടുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റിറോയിഡ്സും ANTI-B സെൽ തെറാപ്പി കൂടുതൽ റെസ്പോണ്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ആൻഡ് അനദർ റീസൺ മൈക്കോട്ടിക് ഇൻഫെക്ഷൻസ് മൂലവും ഈ സംഭവം ഉണ്ടായേക്കാം. അപ്പോൾ AAAയുടെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും പേരിലും അസിംറ്റോമാറ്റിക് ആണ്. പ്രത്യേകിച്ച് ഒരു കാര്യവും കണ്ടുപിടിക്കാനോ ഒന്നുമില്ലാത്ത അവസ്ഥയിലായിരിക്കും.
പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല. മറ്റ് പ്രശ്നങ്ങൾ വയറുവേദന, നടുവേദന എക്സെട്ര ഒക്കെ നോക്കി വരുമ്പോൾ അപ്രതീക്ഷിതമായി ഇൻസിഡൻ്റലായിട്ടായിരിക്കും ഇത് കണ്ടുപിടിക്കുക എന്ന് പറയും. പൾസറ്റൈൽ അബ്ഡോമിനൽ മാസ് ഒക്കെ ഫിസിക്കൽ എക്സാമിനേഷനിൽ കണ്ടുപിടിക്കുമ്പോൾ അത് നോക്കിയിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ മിക്കവാറും കണ്ടുപിടിക്കാം. അല്ലാതെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല ചിലപ്പോൾ. സോ അപ്പോൾ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് എല്ലാ അന്യൂറിസത്തിലുള്ള കോംപ്ലിക്കേഷനാണ്. അന്യൂറിസത്തിൻ്റെ കോംപ്ലിക്കേഷനാണ് തന്നെയാണ് എയുടെ കോംപ്ലിക്കേഷനായിട്ട് പറയുന്നത്. ഒന്ന്, ഇറ്റ് ക്യാൻ കോസ് റപ്ചർ. ഇവിടെ റപ്ചർ പൊട്ടിക്കഴിഞ്ഞാൽ പെരിട്ടോണിയത്തിനകത്തേക്ക് മാസീവ് ബ്ലീഡിങ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ രക്ഷിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ അപ്പോൾ റപ്ചർ ഉണ്ടാവുന്നതിന് മുമ്പേ എന്തെങ്കിലുമൊക്കെ ചെയ്താലേ കാര്യമുള്ളൂ. റപ്ചർ ഉണ്ടായിക്കഴിഞ്ഞ് തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരിക ഭയങ്കര പാടാണ്. രണ്ടാമത്തത് ഒബ്സ്ട്രക്ഷനാണ്. തടസ്സങ്ങൾ ഉണ്ടാകാം. തടസ്സങ്ങൾ മൂലം ആ ഭാഗത്ത്, ഏത് ഭാഗത്താണ് തടസ്സം ഉണ്ടാകുക അവിടെയൊക്കെ ഇഷ്കീമിക് പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഇപ്പോൾ ഇലിയാക് പ്രശ്നങ്ങൾ ഉണ്ടാകാം. കിഡ്നിയിലാണെങ്കിൽ കിഡ്നി പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. മിസെൻട്രിയിലാണെങ്കിൽ മിസെൻട്രിക് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. വെർട്ടിബ്രൽ കനാൽ, വെർട്ടിബ്രൽ ആർട്ടറീസ് ഓഫ് സ്പൈനൽ കോഡിലെ വെർട്ടിബ്രൽ ആർട്ടറീസ് ഇങ്ങനെ നീങ്ങിയിരിക്കാം. സോ അപ്പോൾ അവിടെയൊക്കെ വേദന ഉണ്ടാകാം എന്നുള്ളതാണ്. മൂന്നാമത്തെ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എംബോളിസം ഉണ്ടാകാം എന്നുള്ളതാണ്. എംബോളിസം, അതിറോമ ഉണ്ടാകാം, മ്യൂറൽ ത്രോംബോസിസ് പോലെയുള്ള പ്രശ്നങ്ങളുണ്ട്. അടുത്ത പ്രശ്നം, നാലാമത്തെ പ്രശ്നം ഈസ് ഇംപിഞ്ച്മെൻ്റ് ആണ്. ഇംപിഞ്ച്മെൻ്റ് എന്ന് വെച്ചാൽ അമർന്നിരിക്കുന്ന അവസ്ഥയാണ്. തൊട്ടടുത്ത ഭാഗങ്ങളിൽ അതുമൂലം കംപ്രഷൻ ഉണ്ടാകും. സോ ഇതിങ്ങനെ വീർത്തിരിക്കുന്നതുകൊണ്ട് കംപ്രഷൻ ഉണ്ടാകും. ഉദാഹരണത്തിന് യൂറിറ്റർ പോലുള്ള സംഭവങ്ങളിൽ കംപ്രഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരിൽ ദീർഘകാലമായിട്ടുള്ള ബാക്ക് ഏക്കോ നടുവേദനയൊക്കെ കണ്ടേക്കാം. ആൻഡ് സാധാരണ ഇതിൻ്റെ വളർച്ച എന്ന് പറയുന്നത് ഒരു വർഷം ഇൻ ആൻ ഇയറിൽ 0.2 to 0.3 സെൻറ്റിമീറ്റർ പെർ ഇയർ ആണ് ഇതിൻ്റെ ഒരു വളർച്ച. ഒരു ലെസ് ദാൻ 4 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് റപ്ചർ സാധ്യത വളരെ കുറവാണായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. 5.5 ആണെങ്കിൽ, മുകളിലൊക്കെ ആണെങ്കിൽ ഉടൻ ചികിത്സയാണ് ചെയ്യേണ്ടത്. സർജറിയാണ് നമ്മൾ പറയുക. അതിനുള്ള പ്രൊസീജിയർ ഇപ്പോൾ ഇൻട്രാവാസ്കുലാർ അന്യൂറിസം റിപ്പയർ എന്നാണ് നമ്മൾ പറയുക. IVAR ട്രീറ്റ്മെൻ്റ് ആണ് ബെസ്റ്റ്. എന്ന് വെച്ചാൽ പ്രോസ്തറ്റിക് ഗ്രാഫ്റ്റ് അല്ലെങ്കിൽ സ്റ്റെൻറ്റ് ഗ്രാഫ്റ്റുകൾ മറ്റൊരു കാലിലേക്ക് രക്തക്കുള്ളിലൂടെ കടത്തി വിട്ടിട്ട് ഇവിടെ കൊണ്ടുപോയിട്ട് വീർപ്പിച്ച് വെക്കലാണ് ഈ സ്റ്റെൻറ്റുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുക. നേരത്തെ കണ്ടുപിടിച്ച് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മരണസാധ്യത കുറയ്ക്കാം. അല്ലെങ്കിൽ വൻതോതിൽ മരണസാധ്യത ഉള്ള സംഭവമാണ് ഇത്. വൻതോതിൽ കുറയ്ക്കാനായിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ റപ്ചർ വന്ന് കുഴഞ്ഞു വീണ് മരിച്ചു എന്നൊക്കെ ആയിരിക്കും നമ്മൾ സാധാരണ കാണുക. റപ്ചർ വന്നാൽ രക്ഷിക്കാൻ പാടാണ്. സോ ടൈംലി ഇൻ്റർവെൻഷൻ ആൻഡ് സർജറി ഈസ് ക്രിട്ടിക്കൽ. എബവ് 6 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് റിസ്ക് 25% റിസ്ക് ആണ്. റപ്ചറിനുള്ള സാധ്യത 25% മോറാണ്. ഇനി മറ്റൊരു അന്യൂറിസം, തോറാസിക് അന്യൂറിസത്തെക്കുറിച്ച് 2 വാക്കുകൂടി പറഞ്ഞ് നമുക്ക് നിർത്തിയേക്കാം. ഇത് മിക്കവാറും ഹൈപ്പർ ടെൻഷൻ മൂലമാണ് ഉണ്ടാകുക. മറ്റു കാരണങ്ങൾ നേരത്തെ പറഞ്ഞ മർഫാൻ സിൻഡ്രോം അല്ലെങ്കിൽ ലോയേഴ്സ് ഡയറ്റ്സ് സിൻഡ്രോം. സോ ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങളും പറയുന്നുണ്ട്. ആൻഡ് ഇവിടെയും അസിംപ്റ്റോമാറ്റിക് തന്നെയാണ്. മിക്കവാറും പ്രശ്നങ്ങളൊന്നും രോഗി അറിയുകയും കൂടി ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ആൻഡ് ഇവിടെ ചെസ്റ്റ് പെയിൻ ആണ്. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചെസ്റ്റ് പെയിൻ ആയിരിക്കും തുടക്കം. ആൻഡ് അവസാന സമയമായിരിക്കും ഈ ചെസ്റ്റ് പെയിനൊക്കെ ചിലപ്പോൾ ഉണ്ടാവുക. ആൻഡ് കൊറോണറി ആർട്ടറി, അതിന് കംപ്രഷൻ, ഹൃദയത്തിലുള്ള ബ്ലഡ് വെസൽസിന് കംപ്രഷൻ വരുമ്പോൾ മയോകാർഡിയൽ ഇഷ്കീമിയ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ഇപ്പോൾ ഇസോഫാഗിയൽ കംപ്രഷൻ ആണെങ്കിൽ നമുക്ക് ഉണ്ടാകാവുന്നത് വിഴുങ്ങാൻ പ്രയാസം. അതിന് നമ്മൾ ഡിസ്ഫേജിയ അല്ലെങ്കിൽ ഡിസ്ഫാഗിയ എന്ന് നമുക്ക് വിളിക്കാം. റിക്കറൻറ്റ് ലാരിഞ്ചൽ കംപ്രഷൻ ആണെങ്കിലോ, ലാരിഞ്ചൽ നെർവിനാണ് കംപ്രഷനെങ്കിൽ നമുക്കുണ്ടാകുന്നത് ഹോഴ്സ്നെസ് ഓഫ് സൗണ്ട് ആണ്. ആൻഡ് മറ്റ് കംപ്രഷൻസ് മൂലമുള്ള മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കാം. സോ ഇത്രയാണ് അന്യൂറിസത്തിൽ നമുക്ക് പറയാനുള്ളത്. ഡിസെക്ഷൻ, അയോട്ടിക് ഡിസെക്ഷനും അന്യൂറിസത്തിൽ പറയാറുണ്ട്. അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പറയാം. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.